പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 3. പ്രധാന വാർത്തകൾ. പിഴ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന ഫാക്ക് കുർബ പദ്ധതിക്ക് പിന്തുണയുമായി അഫദ് ഫൗണ്ടേഷൻ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയതായി അധികൃതർ അറിയിച്ചു. ഫാക്ക് കുർബ പദ്ധതിയുടെ 12ാം പതിപ്പിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു. ഒമാൻ ലോയേഴ്സ് അസോസിയേഷനാണ് ഫാക്ക് കുർബ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഇത്തവണ മികച്ച പിന്തുണയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരും ഒമാൻ ലോയേഴ്സ് അസോസിയേഷന്റെ ശ്രമങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന പണം നൽകി പങ്കാളികളാകാറുണ്ട്. ഇത്തവണ 1300-ൽ പരം ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ മടങ്ങാൻ അവസരമൊരുങ്ങും. 2012-ൽ തുടങ്ങിയ പദ്ധതിയിലൂടെ 7000-ലധികം ആളുകളെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒമാനിലെ സേവനം പൂർത്തിയാക്കി മടങ്ങുന്ന ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗിന് ഒമാൻ ദേശീയ മ്യൂസിയം സെക്രട്ടറി ജനറൽ ജമാൽ അൽ മൂസവി യാത്രയയപ്പ് നൽകി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മ്യൂസിയം മേഖലയിലും സാംസ്കാരിക പഠന രംഗങ്ങളിലും ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അമിത് നാരംഗ് നൽകിയ സേവനങ്ങളെ ജമാൽ അൽ മൂസവി അഭിനന്ദിച്ചു. ഇന്ത്യയുടെയും ഒമാന്റെയും ചരിത്രരേഖകളുടെയും പൈതൃകങ്ങളുടെയും പ്രദർശനത്തിന് മ്യൂസിയങ്ങൾ തമ്മിൽ സഹകരിപ്പിച്ചുള്ള നിരവധി വേദികൾ അമിത് നാരംഗിന്റെ കാലയളവിൽ വഴിയൊരുക്കിയിരുന്നു. ബൗഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ പ്ലേറ്റ്ലെറ്റ് ശേഖരം കുറഞ്ഞതായും ആളുകൾ ദാനം ചെയ്യണമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ 2900-ലധികം രക്തദാതാക്കളെയും 270 പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെയുമാണ് ആവശ്യമുള്ളത്. റമസാനിൽ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ രാത്രി 11:30 വരെയും രക്തം ദാനം ചെയ്യാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി 10:30 ആണ്. അതേസമയം രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശേഖരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റമസാന് മുമ്പും ഉണർത്തിയിരുന്നു. റമസാൻ മാസത്തിലെ പാർക്കുകളുടെയും ഗാർഡനുകളുടെയും പ്രവർത്തന സമയം പുനഃക്രമീകരിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി ശനി മുതൽ ബുധൻ വരെ വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മുതൽ പുലർച്ചെ 1 മണി വരെയുമാണ് പാർക്കുകളുടെയും ഗാർഡനുകളുടെയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഒമാനിലെ മാർത്തോമ ഇടവകകളുടെ മാതൃദേവാലയമായ മാർത്തോമ ചർച്ച് ഇൻ ഒമാന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം റൂവി സെന്റ് തോമസ് ദേവാലയത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാനിലെ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി അനൂപ് ബിജിലി പങ്കെടുത്ത സമ്മേളനത്തിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഓഫ് ഒമാൻ ലീഡ് പാസ്റ്റർ മിച്ചൽ ഫോർഡ്, ഒമാൻ ക്യാൻസർ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വാഹിദ് അലി സെയ്ദ് അൽ ഖറൂഷി തുടങ്ങി ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മസ്കത്തിലെയും പരിസരങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നറുക്കെടുപ്പ് അടുത്ത ദിവസം നടക്കും. അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുമെന്നാണ് വിവരം. 6000-ൽ പരം സീറ്റുകളിലേക്കായി 3500-ൽ പരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് വിവരം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ഇത്തവണ 6504 സീറ്റുകളാണുള്ളത്. KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. പുതിയ അപേക്ഷകരിൽ കൂടുതൽ പ്രീ സ്കൂൾ മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ്. ഇവിടെ രാവിലത്തെ ഷിഫ്റ്റിൽ 1080 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 400 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ KG 2 മുതൽ 4ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലും 80 വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനാകും. ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ 398 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 119 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 1ാം തരം മുതൽ 5ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത വ്യത്യസ്തമാണ്. നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ അപേക്ഷ നൽകിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോർഡിൽ നിന്നും ഇത് സംബന്ധിച്ച് സന്ദേശമയക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് അതാത് സ്കൂളുകളിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ രക്ഷിതാക്കളെ ബന്ധപ്പെടുകയും ചെയ്യും. ഏപ്രിൽ ആദ്യവാരത്തോടെയാണ് പുതിയ അധ്യയന വർഷം ക്ലാസ് ആരംഭിക്കുക. ആവശ്യമായ രേഖകളും ഫീസും അതിനു മുന്നോടിയായി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുകയും അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും വേണം. മറഗാട്ടി ബ്രാൻഡ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ. ഉൽപ്പന്നത്തിൽ നിരോധിത കൃത്രിമ നിറങ്ങളായ ഡിമിഥൈൽ യെല്ലോ, സുഡാൻ 4 എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി.
ഈജിപ്തിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് മറഗാട്ടി ചിക്കൻ സ്റ്റോക്ക് ക്യൂബുകൾ. 1/11/2026 വരെ കാലാവധിയുള്ള ഉൽപ്പന്നത്തിലാണ് അപകടകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഉപഭോക്താക്കൾ ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉപയോഗിക്കണമെന്നും അധികൃതർ അറിയിച്ചു. സംശയ നിവാരണത്തിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ വെബ്സൈറ്റോ ഹെൽപ്പ് ലൈൻ നമ്പറുകളോ ഉപയോഗിക്കാവുന്നതാണ്. മുനിസിപ്പൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, പരാതികൾ, റിപ്പോർട്ടുകൾ, അന്വേഷണങ്ങൾ എന്നിവയ്ക്കായി തജാവുബ് എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പത്തിൽ പ്രതികരണം ഉറപ്പുവരുത്തുന്നതിനും സമൂഹ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം. ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ ആശയവിനിമയം സുഗമമാക്കുന്നതിനും സർക്കാർ സേവനങ്ങളിൽ പൊതുജന സംതൃപ്തി വർദ്ധിപ്പിക്കാനും സാധിക്കും. മുനിസിപ്പൽ അധികാരികളുമായി കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമായ ഇടപെടലുകൾ ഉറപ്പാക്കിക്കൊണ്ട് ഫീഡ്ബാക്ക് പങ്കുവെക്കുന്നതിനും തജാവുബ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സൗകര്യമുണ്ട്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജഅലാൻ ബനീബു അലി വിലായത്തിൽ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ട് പ്രവാസി അറസ്റ്റിലായി ഏഷ്യൻ രാജ്യക്കാരനെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത്. സ്വന്തം രാജ്യക്കാരനെയായിരുന്നു പ്രതി കൊലപ്പെടുത്തിയിരുന്നത്. വ്യക്തിപരമായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അറസ്റ്റിലായ പ്രവാസിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ്. ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് മടങ്ങി. കഴിഞ്ഞ ദിവസമായിരുന്നു അവസാന പ്രവർത്തന ദിനം. സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഇന്ത്യയുടെ അംബാസിഡറായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് പദവിയും ബഹുമതിയുമാണെന്ന് അമിത് നാരംഗ് എക്സിൽ കുറിച്ചു. പ്രിയപ്പെട്ട ഓർമ്മകളും സൗഹൃദങ്ങളും ഒമാനി ജനതയോടുള്ള നന്ദിയും കൂടെയുണ്ടെന്നും ഇന്ത്യ ഒമാൻ സൗഹൃദം കൂടുതൽ ഉയരുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്നും അമിത് നാരംഗ് പറഞ്ഞു. സ്ലോവേനിയയിലെ ഇന്ത്യൻ അംബാസിഡറായി അമിത് നാരംഗ് ഉടൻ ചുമതലയേൽക്കും. അതേസമയം ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട്. രുചിഭേദങ്ങളുടെ നൊസ്റ്റാൾജിയ. തരികാച്ചിയത്, ജീരകക്കഞ്ഞി, തരിക്കഞ്ഞി എന്നിങ്ങനെ പഴയകാല നോമ്പുതുറ വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസി നോമ്പുതുറ സ്ഥാനം പിടിക്കുന്നത് പുതിയ തലമുറ വിഭവങ്ങളാണ്. വീട്ടിലെ മുതിർന്നവർ തയ്യാറാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ആസ്വദിക്കുന്നവരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ട്. പഴമയുടെ രുചി ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നോമ്പുകാലത്ത് അടുക്കളയുടെ നിയന്ത്രണം വീട്ടിലെ ഇളയ തലമുറ ഏറ്റെടുത്തതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ പുത്തൻ വിഭവങ്ങളുടെ നീണ്ട നിര നോമ്പുതുറയിൽ ഇടം പിടിക്കുന്നത്. ബർഗർ, കുനാഫ, അവിൽ മിൽക്ക്, പിസ്സ, ഈന്തപ്പഴപ്പോള, സ്റ്റാഫ്ഡ് ബൺ, നേന്ത്രപ്പഴ കട്ട്ലേറ്റ് എന്നിങ്ങനെ പുത്തൻ വിഭവങ്ങളുടെ നീണ്ട നിര ഇവരുടെ കൈകളിൽ ഭദ്രം. യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയും പാചക വൈഭവം കാണിച്ചുകൊണ്ടാണ് കൊച്ചുകുട്ടികളടക്കം പാചകകലയിൽ കഴിവ് തെളിയിക്കുന്നത്. പോയ കാലത്ത് പെൺകുട്ടികളെ നിർബന്ധിച്ച് അടുക്കളയിൽ പാചകം പഠിപ്പിക്കുന്ന ഉമ്മമാർ തോറ്റുപോകുന്ന മിടുക്കാണ് പുതിയ കുട്ടികൾ കാണിക്കുന്നത്. പാചക പരീക്ഷണങ്ങൾ ഏറെയും നോമ്പുകാലത്താണ്. നോമ്പ് തുടക്കം മുതൽ അവസാനിക്കുന്നതുവരെ പരീക്ഷണങ്ങളുടെ രുചിയേറും വിഭവങ്ങൾ മേശപ്പുറത്തെത്തും. രക്ഷിതാക്കൾക്ക് കീശകാലിയാവുന്ന പരീക്ഷണങ്ങളാണ് ഏറെയും. പുത്തൻ വിഭവങ്ങൾ ഒരുക്കാൻ പുത്തൻ സാധനങ്ങൾ തന്നെ വേണം. സിലാൽ മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് അധികൃതരുടെ സംയുക്ത പരിശോധന. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ചെയർമാൻ സാലിം അൽ ഹക്മാനി, കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് നാസർ അൽ ബഖിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനയ്ക്കെത്തിയത്. പഴം പച്ചക്കറികളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ, വിലവർധനയില്ലെന്ന് ഉറപ്പുവരുത്തൽ, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു മാർക്കറ്റ് സന്ദർശനം. വ്യാപാരികളുമായും അധികൃതർ സംസാരിച്ചു. ഇവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.